നല്ല രുചിയുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഈ റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരത്തിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരൻ്റെ അളവ് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെള്ള എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലേവറിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനോ കടായോ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടണം. വെള്ളം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ച റവൻ്റെ കൂട്ട് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടകം വെച്ചിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കട്ട കുത്തിപ്പോവും. ഇപ്പോൾ റവ ഇവിടെ നന്നായിട്ട് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ റവയും തേങ്ങയും നന്നായിട്ടൊന്ന് തിക്കായി കിട്ടുന്നവരെ വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ റവ ഒക്കെ ഇവിടെ നല്ല തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് റവ ഇവിടെ തയ്യാറായി കിട്ടേണ്ടത്. അപ്പം നമ്മുടെ റവ ഒക്കെ ഇവിടെ നന്നായിട്ട് തിക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ റവ ഇവിടെ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. ചെറിയ രീതിയിലൊന്ന് തണഞ്ഞ് കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിൻ്റെ ശേഷം ഇത് കുഴച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ റവ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിന്ന് ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ട് 2 കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് 2 കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. ഇത് വല്ലാണ്ട് അങ്ങോട്ട് നേരിയതാവരുത്, കുറച്ചൊരു തിക്നെസ്സിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാനിത് ഈ ഒരു തിക്നെസ്സിലാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാ ഉണ്ടകളും ഇതുപോലെ തന്നെ ഷേപ്പാക്കിയെടുക്കാം. ഇത് ഷേപ്പാക്കിയെടുക്കുമ്പം ഇതിൻ്റെ സൈഡിലൊക്കെ ക്രാക്ക് വരാണ്ട് നോക്കണം. ഇപ്പോൾ ഇതാ ഞാനിത് ഇവിടെ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇനി ചൂടായ ഓയിലിലേക്ക് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സൈഡും മുരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. 2 സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ പലഹാരത്തിൻ്റെ കളറൊക്കെ ഇവിടെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ എല്ലാ പലഹാരവും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ എത്ര എളുപ്പമാണോ അത്ര തന്നെ കഴിക്കാൻ ടേസ്റ്റിയാണ്. നല്ല രുചിയുള്ളൊരു പലഹാരം തന്നെയാണിത്. 4 മണി ചായക്കൊക്കെ ഇതൊരു പെർഫെക്റ്റ് സ്നാക്ക് റെസിപ്പിയാണ്. ഇത് കുട്ടികളുടെ ടിഫിനിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ നമ്മുടെ പലഹാരങ്ങളൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പലഹാരങ്ങളൊക്കെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ തന്നെ അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.